തീപ്പന്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഹാഷ്മിയോടുള്ള ഫ്ലവേഴ്സ് 24 ന്യൂസിലെ ഏറ്റവും ഗംഭീരമായ ഇന്റർവ്യൂ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാഹുലിന്റെ റെസ്ട്രെയിൻഡ്, ഒട്ടും കടുപ്പിക്കാതെ ഏറ്റവും സരസമായി ഏറ്റവും സോഫ്റ്റായി തനിക്ക് നേരെ വന്ന ആരോപണങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അക്കമിട്ട് എണ്ണി എണ്ണി മറുപടി പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് കേരളം ഇത്രയും കാത്തിരുന്ന മറ്റൊരു ഇന്റർവ്യൂ കാണില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ള സുനാമി പോലുള്ള പിന്തുണ എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് കാണാം. ഞാൻ ആ സമയത്തെ ചാറ്റും മറ്റും ശ്രദ്ധിക്കുകയായിരുന്നു. ഈ സമയത്ത് 5 മുതൽ 6 വരെയുള്ള സമയത്ത് പോലും ഇത്രയധികം ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ, 20,000-ത്തിലധികം ആൾക്കാർ പല സമയങ്ങളിലായി അത് ലൈവായി കാണുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് പേർ കൂടുതൽ കാണുമെന്ന കാര്യത്തിലും സംശയമില്ല. രാഹുൽ യഥാർത്ഥത്തിൽ തീപ്പന്തമായി എന്നുള്ളത് അത് പോസിറ്റീവായിട്ടാണ്. കാരണം തനിക്ക് നേരെ നടക്കുന്ന കാര്യങ്ങൾ ഗൂഢാലോചനയാണെന്നും ആ ഗൂഢാലോചനയുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് രാഹുൽ വളരെ ശക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. രാഹുലിന്റെ കേസിനോട് കൂടി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, രാഹുൽ പറഞ്ഞ ചില കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ആ കേസിനടക്കം ഞാനും കൂടി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് തൽക്കാലം പരാമർശിക്കുന്നില്ല. പക്ഷേ തൽക്കാലം കേസിന്റെ കാര്യം ഇല്ലാത്തത് കൊണ്ട് രാഹുൽ റിനിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാം. രാഹുലിന്റെ കൃത്യവും വ്യക്തവുമായ മറുപടികളുടെ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൃത്യമായി രാഹുൽ തന്റെ നിലപാട് ഈ വിഷയത്തിൽ, ഞാനത് ബ്ലൂടൂത്ത് വെച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പോ എടുക്കട്ടെ. അത് കൃത്യമായി രാഹുൽ തന്റെ നിലപാട് ഉറപ്പിച്ചുകൊണ്ട് ആ നിലപാടിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. യെസ്, നമുക്ക് അതിലെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേൾക്കാം. എന്തായാലും ഹാഷ്മിയുമായി ഇന്റർവ്യൂ എടുത്തതിന് ഹാഷ്മിക്ക് നന്ദി. ഗംഭീരമായിരുന്നു ആ ഇന്റർവ്യൂ, കാണേണ്ടതാണ്. ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പൊ ഞാൻ പരിചയപ്പെട്ടിട്ട് റിനിയോട് ചോദിക്കാനുള്ളത്, റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന കുറെ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനത് ഞാൻ വെറുതെ പറയില്ല. ഹാഷ്മിക്ക് പരിശോധിക്കാം. എന്താണ് ഞാൻ ചാറ്റ് തരാം. എനിക്കറിയുന്ന അതിന് ശേഷമുള്ള റീസൺ ആയിട്ടുള്ള ടൈം ചാറ്റ് തരാം എന്ന് പറയുന്ന ധൈര്യത്തോടെയാണ് റിനി ഇതിൽ പ്രതികരിക്കണം. വളരെ പോസിറ്റീവായിട്ടും, എന്താ പറയുക, റിനി യൂഷ്വലി പ്രതികരിക്കാറുള്ളത് പോലെ അത് പ്രതികരിക്കുകയും വേണം. ഇത്തരത്തിൽ സത്യങ്ങൾ പുറത്തു വരട്ടെ. ആരുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും, ഇനി ചിലപ്പോൾ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടെങ്കിലും 2 പേരുടെ ഭാഗത്തും അവരവരുടേതായ ശരിയുണ്ടെങ്കിലും അതും പുറത്തു വരട്ടെ. റിനി പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് മെയ് മാസം 28 ഞാൻ ഫ്ലൈറ്റിൽ റിനി പരാതി പറയുന്നതിന് 1 മാസം മുമ്പ് ഫ്ലൈറ്റില് പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പൊ അനൗൺസ്മെന്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരിക. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പൊ ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ തുരുതുര ആരാണ് വിളിക്കുന്നത്? ഞാൻ ചോദിച്ചു എന്താ? അപ്പൊ പറഞ്ഞു എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, മെയ് 28 നൽകുന്നത്. റിനിയുടെ അമ്മയുടെ ബർത്ത്ഡേ രാഹുലിനെ വിളിക്കുന്നു എന്ന് പറയുന്നു. എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞട്ടെ, അപ്പൊ ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പൊ ഞാൻ ഫോൺ കൊടുത്തു. അപ്പൊ ഞാൻ ആ അമ്മയോട് പറഞ്ഞു മൈ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആള് ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മെയ് 28 ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. മുൻപ് ഇവര് തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ള അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എന്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയതാണ്. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും താമസിച്ചിരുന്ന, അപ്പൊ നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു. അപ്പൊ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടിട്ട് ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടില്ല. 2 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെ ഇപ്പൊ സൗഹൃദം റിനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ. കറക്റ്റ് പോയിന്റ്. അതായത് ഹാഷ്മി ചോദിക്കുന്ന, ഹാഷ്മി എല്ലാ പോസിബിലിറ്റി അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. റിനിയോട് മാത്രം ഒരു സൗഹൃദം ഇല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. മാത്രമല്ല ആദ്യം തന്നെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെയാണല്ലോ റിനിയുടെ ആരോപണം വന്നത്. ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഉള്ളത്. സൗഹൃദത്തിന്റെ പേരിൽ അങ്ങോട്ട് പൊസഷന്റെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല അങ്ങനെ സൗഹൃദം തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത്. റിനി ആരോപണമായിട്ട് ഉന്നയിച്ചത് എന്താ? 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കൺവെർസേഷൻ പുറത്തേക്ക് വിടട്ടെ. റിനിയുടെ മറുപടി എന്തായിരുന്നു പുറത്തേക്ക് വിടട്ടെ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? റിനി എന്ന് പറഞ്ഞു സാധനം പുറത്തേക്ക് വിളിച്ചിട്ടുണ്ടോ? ഞാൻ ആ കൺവെർസേഷൻ പൂർണ്ണമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, റിനി അനുവദിച്ചാണ് കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. ഒന്ന്
ഒന്നുകൂടെ കേട്ടോണേ. കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. ഒന്ന് അതങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു. സോ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതാ, എന്നെ പറ്റി എന്തും പറയാം. അത് നീ ആണാണ് ഇതൊക്കെ എന്താണ് എന്തും പറയാം. ഇതിനകത്തെ? എന്നാൽ ഞാൻ പറയാം, ഞാൻ തെളിവുകൾ തരാന്ന് പറയുമ്പോൾ ഉടനെ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത്. പിന്നെ അല്ല, ഞാൻ ശ്രീ ഹാഷ്മി അങ്ങനെ ഞാൻ ഏത് അതിജീവിത? അറ്റ്ലീസ്റ്റ് റിനിയെങ്കിലും ധൈര്യത്തോടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. റിനിയെ കൂടെ അതിജീവിതയാക്കരുത്. ഹാഷ്മി പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് ശ്രീ ഹാഷ്മി ആഗ്രഹിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞാൽ മതി. കോടതി ഇപ്പം പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമല്ല, കോടതികൾ തീരുമാനമെടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല. ഞാൻ മറുപടി പറയാത്തത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ മറുപടി പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ആകുന്നത് എങ്ങനെ? ഞാൻ റിയൽ കൺവെർസേഷൻ പറയണ്ടേ? സൈബർ അറ്റാക്കിൽ വന്നിട്ടുള്ള കോണ്ടന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, നല്ല മിതത്വം. ഞാൻ എന്തെങ്കിലും പൂർത്തീകരിക്കാം. എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം വരെ പുറത്ത് വന്നിട്ടില്ല. ഇനിയും കോടതിയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കോടതിയിൽ പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് ഞാനാണ്. അതിന് വേണ്ടിയിട്ടാ പറയുന്നത്. അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പഠിച്ചിട്ടാണ്. എനിക്കെതിരായിട്ട് ആദ്യം വരുന്ന മാധ്യമങ്ങളിലല്ലേ കോടതിയിലേക്ക് വരുന്നുള്ളൂ. മാധ്യമങ്ങൾ വന്നതിന്റെ അത്രയും പോലും കോടതിയിലേക്ക് വന്നിട്ടുമില്ലല്ലോ. അപ്പൊ എനിക്കതല്ലല്ലോ പേടി. ഞാൻ ആരെയാണ് കരുതിയത്? ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്നെയാണ്. ഇപ്പോഴും എന്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ശ്രീകാശ്, ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഇഷ്ടപ്പെട്ടു രാഹുലിന്റെ ആ മിതത്വവും സാരകളെ. എന്റെ അഭിപ്രായത്തിൽ രാഹുൽ കുറച്ചുകൂടി അഗ്രസീവ് ആവണമെന്നായിരുന്നു. പക്ഷെ രാഹുലിന്റെ ആ മിതത്വം എനിക്ക് രാഹുലിനോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. കാരണം ആ മിതത്വത്തോടുകൂടി ഇനിയും പോരാടാൻ പക്വതയുള്ള ഒരു നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. രാഹുലിന്റെ കംബാക്ക് ആണ്. ഇതെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. രാഹുലിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ മലയാളിക്കുമാണ്. കാര്യം നാളെ നമ്മുടെ മകനും നമ്മുടെ സഹോദരനും നമ്മുടെ അച്ഛനും വ്യാജ പരാതിയിൽ ജയിലിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും വ്യാജ പരാതികളാൽ വേട്ടയാടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണം.